കുടിവെള്ളം കിട്ടാതെ നാട്. കരുനാഗപ്പള്ളി തൊടിയൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഒരു മാസക്കാലമായി കുടിവെള്ളം കിട്ടാനില്ലാത്തത്. വാട്ടർ അതോറിറ്റി പണം പിരിക്കുന്നുവെങ്കിലും കുടിവെള്ളം കിട്ടാക്കനിയായി. 40ഓളം കുടുംബങ്ങളാണ് ഇതുമൂലം ദുരിതത്തിലായത്. ഈ 1-ാം വാർഡ്, 23-ാം വാർഡ്, 1-ാം വാർഡ് ഇവിടെ വെള്ളമില്ലാതെ ആൾക്കാർ ബുദ്ധിമുട്ടും ആളപ്പാല പ്രയാസങ്ങളായിരുന്നു. സ്കൂളിൽ പോയ പിള്ളേർ പോലും കുളിക്കാൻ പോലും വെള്ളമില്ല, കുളിക്കാതെ തന്നെ സ്കൂളിൽ പോയത്. ഈ ഏരിയയിൽ ആർക്കും ഇല്ല വെള്ളം. അവരുടെ അടുത്ത് പറയുമ്പോൾ അവർ പറയുന്ന മേളിൽ നിന്ന് ഓർഡർ കിട്ടിയില്ല, എന്തോ ചെയ്യാണ്. അവിടെ ഇവിടെ എല്ലാം വന്ന് വെട്ടി പൊളിച്ചു നോക്കും. പൊളിയാൽ അവിടെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് വെള്ളം വരുന്നില്ല. അതിനെന്തെങ്കിലും മാർഗം കാണാൻ പറഞ്ഞാൽ അവർ അവിടെ ഇവിടെ ആൾ വിളിച്ച് രാജ്യം മൊത്തം വിളിച്ചു. അങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ഇപ്പോൾ അവിടെ അങ്ങോട്ട് തന്നെ എല്ലാ വീട്ടുകാരും പറയും എൻ്റെ കാര്യങ്ങൾ. തൊടിയൂർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിലാണ് ഒരു മാസമായി കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയുള്ളത്. വാട്ടർ അതോറിറ്റി കൃത്യമായി പണം പിരിക്കുന്നെങ്കിലും കുടിവെള്ളം ലഭിക്കാത്ത സ്ഥിതിയാണ്. 40ഓളം കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലാണ്. ഞങ്ങളിവിടെ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ ലൈൻ വെള്ളമാണ് ആശ്രയിക്കുന്നത്. കാരണം വെച്ചാൽ നേരിട്ട് തൊട്ട് കഴിക്കുന്ന FCA ആണ്. FCAയിൽ നിന്ന് ഇറങ്ങുന്ന ഊറ്റുവെള്ളം കാരണം ഞങ്ങൾ കിണറുവെള്ളം വളരെ ഓവറാണ്, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അത് കാരണം ഞാൻ ലൈൻ വെള്ളമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 10-25 ദിവസം കൊണ്ട് വെള്ളം ഒട്ടും ഇല്ലാതിരിക്കുക. ആർക്കും ഒന്നിനും വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഞങ്ങൾ കുടിവെള്ളം മുട്ടിയിരിക്കുകയാണ്. അതിന് എല്ലാവരും പല ഭാഗത്തുനിന്നും പല ആൾക്കാരോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇന്ന് ശരിയാക്കാൻ ശരിയാക്കാൻ പറഞ്ഞ് ഞങ്ങൾ എങ്ങനെ ഒഴുക്ക് പൊട്ടിൽ പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ്. ഞങ്ങളത് വിശ്വസിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് വരും നാളെ വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ഞങ്ങൾക്ക് വെള്ളമില്ല, എന്തായാലും പറ്റില്ല. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അത്. അതായത് ഞങ്ങൾ ഇനി ബന്ധപ്പെടാൻ ആരുമില്ല. എല്ലാവരോടും ഏത് പാർട്ടിയെ കാണുന്ന ഏത് ആൾക്കാരെ കാണുന്ന എല്ലാം എന്നുള്ള വിചാരിച്ചിരിക്കുക. ഞങ്ങൾക്ക് എന്തായാലും പരിഹരിച്ച് തന്നേ പറ്റത്തുള്ളൂ. ജലക്ഷാമം മൂലം വീട് വിട്ടു പോയവരും ഇവിടെയുണ്ട്. താഴ്ന്ന പ്രദേശമായതിനാൽ കിണർ വെള്ളവും ഉപയോഗിക്കാൻ കഴിയില്ല. ഓരുവെള്ളം നിറഞ്ഞതിനാൽ വീട്ടാവശ്യങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രമാണ് ആശ്രയം. ചവറയിലും ഓച്ചറ പമ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം 22 ദിവസമായി തിരുവനന്തപുരത്തും പലയിടത്തും വിളിച്ച് ഇതിൻ്റെ പരാതിപ്പെട്ട് ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറയുകയാണ്. ഇവിടെ താഴ്ന്ന പ്രദേശമാണ്. ഈ എഫ്സയുടെ ഊറ്റും മറ്റുള്ള കെമിക്കലും എല്ലാം വരുന്ന സ്ഥലം. അവിടെ കിണർ വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല. കിണർ വെള്ളം മൊത്തം ഓരാണ്. ഇതിഞ്ഞ് വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ ആരുമില്ല. ഈ പഞ്ചായത്തിൽ പോയി ഉപരോധം വരെ നടത്തണമെന്നുള്ള ആലോചന നിൽക്കുക. പഞ്ചായത്തിൽ ഇപ്പോൾ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ പ്രദേശവാസികൾക്ക്. 40-40 കുടുംബത്തിൽ മേളിലുണ്ട് ഈ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കിണറുകളിലെ വെള്ളം മാലിന്യം അലിഞ്ഞുകൂടി ചുവന്ന നിറത്തിലാണുള്ളത്. ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഫുഡ് കോർപ്പറേഷന്റെ ജലാംശവും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിലേക്കാണ് ഒഴുകിയെത്തുന്നത്. സമീപത്തെ കൈത്തോട് മണ്ണടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതും മറ്റൊരു കാരണമാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റോഡ് കുഴിച്ചപ്പോൾ പൈപ്പ് പൊട്ടി മണ്ണും ചെളിയും നിറഞ്ഞ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാകാം വെള്ളം ലഭ്യമാകാത്തതിന് കാരണമെന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ പറയുന്നത്. ഇത് സംബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ പരാതി നൽകിയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതേ തുടർന്ന് സമരത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.